തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ഇനിയുള്ളത്. NDA സഖ്യത്തിന്റെ പ്രചരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാഗർകോവിലിൽ വൻ റോഡ് ഷോ നയിക്കും. ലോക്സഭാ സീറ്റുകളുടെ പുനർനിർണയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നീക്കത്തിനെതിരെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആഞ്ഞടിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. NDA സഖ്യത്തിന്റെ പ്രചരണാർത്ഥം വെപ്പമൂട് ജംഗ്ഷൻ മുതൽ വടശ്ശേരി വരെ നടക്കുന്ന റോഡ് ഷോയിൽ പതിനായിരങ്ങൾ അണിനിരക്കും. BJP അധ്യക്ഷൻ K അണ്ണാമലയും NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എടപ്പാടി പളനിസ്വാമി നയിക്കുന്ന മുന്നേറ്റം DMKയുടെയും സ്റ്റാലിന്റെയും ഉറക്കം കെടുത്തിരിക്കുകയാണ്. മണ്ഡല പുനർനിർണയത്തിന്റെ പേരിൽ വിഘടനവാദപരമായ ആരോപണങ്ങൾ ഉയർത്തുന്ന സ്റ്റാലിന് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകുമെന്ന് ഉറപ്പാണ്. അതേസമയം രാഷ്ട്രീയ മോഹവുമായി ഇറങ്ങിത്തിരിച്ച നടൻ വിജയുടെയും പാർട്ടിയായ TVKയുടെയും അവസ്ഥ പരിതാപകരമാണ്. കന്യാകുമാരിയിലെ പ്രചരണത്തിനിടെ ആരാധകൻ പൂക്കൾ എറിഞ്ഞപ്പോൾ അത് ബോംബാണെന്ന് കരുതി ഭയന്നോടിയ വിജയുടെ ദൃശ്യങ്ങൾ കണ്ട് തമിഴകം ചിരിക്കുകയാണ്. പൂക്കൾ കണ്ടാൽ പോലും പേടിച്ചോടുന്ന ഒരാൾ എങ്ങനെ ജനങ്ങളെ നയിക്കുമെന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. വിജയുടേത് വെറും സൈക്കിൾ അഭ്യാസങ്ങൾ മാത്രമാണെന്നും കരുത്തുറ്റ നേതൃത്വം നൽകാൻ നരേന്ദ്രമോദിക്ക് മാത്രമേ കഴിയൂ എന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വിജയ് നിർമ്മിച്ച ജനനായകൻ എന്ന ചിത്രം തിയേറ്ററിൽ എത്തുന്നതിന് മുൻപേ ചോർന്നത് വലിയ വിവാദമായിട്ടുണ്ട്. ഇതിന് പിന്നിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള TVKയുടെ തന്നെ ഗൂഢാലോചനയാണെന്ന ആരോപണവുമായി BJP പ്രവർത്തകയും നടിയുമായ കസ്തൂരിയും രംഗത്തെത്തിയിരുന്നു. ചോർന്ന സിനിമ താൻ കണ്ടുവെന്നാണ് നടി പറയുന്നത്. വാട്സാപ്പിലൂടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയും പ്രചരിക്കുന്ന ഭാഗങ്ങൾ കണ്ടു. കൃത്യമായി പറഞ്ഞാൽ 3 മണിക്കൂർ TVK ചിത്രമാണത്. ഈ ചിത്രം ജനം കണ്ടു കഴിഞ്ഞാൽ TVKയ്ക്ക് അത് ഗുണം ചെയ്യും, BJPക്കോ DMKക്കോ അല്ലെന്നും കസ്തൂരി പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് സിനിമ ജനങ്ങളിൽ എത്തിക്കാൻ അണിയറ പ്രവർത്തകർ നടത്തിയ നീക്കമാണ് സിനിമ ചോർന്നതിന് പിന്നിലെന്നാണ് നടി ഉന്നയിച്ച സംശയം. സെൻസർ ബോർഡിന്റെയും വാർത്താ വിതരണ വിക്ഷേപണ മന്ത്രാലയത്തിന്റെയും കണ്ണു വെട്ടിച്ച് ഇത്തരമൊരു ചിത്രം ചോർന്നെങ്കിൽ കസ്തൂരി ആശങ്ക പങ്കുവച്ചു. തമിഴ്നാട് രാഷ്ട്രീയം പറയുന്ന ചിത്രം തിയേറ്ററുകളിൽ എത്താതിരിക്കാൻ DMK ശ്രമിക്കുന്നുണ്ട്. ചിത്രം ചോർന്നതിന് പിന്നിൽ TVK പ്രവർത്തകർ തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് ചിത്രം ജനങ്ങളിൽ എത്തിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി ചിത്രം ചോർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണെന്നും നടി കുറ്റപ്പെടുത്തി. രാഷ്ട്രീയത്തിൽ ശുദ്ധികലശം നടത്താൻ വരുന്ന വിജയുടെ പഴയ നികുതി വെട്ടിപ്പ് കേസുകളും ഇപ്പോൾ പുറത്തു വരുന്നത് താരത്തിന് വലിയ തിരിച്ചടിയാണ്. 2015 പുലി എന്ന ചിത്രത്തിന് കൈപ്പറ്റിയ 15 കോടി രൂപയുടെ പ്രതിഫലം മറച്ചുവെച്ചതിന് 1.5 കോടി രൂപ പിഴയൊടുക്കാൻ കോടതി ഉത്തരവിട്ടത് വിജയുടെ രാഷ്ട്രീയ മുഖംമൂടി വലിച്ചു കീറുന്നതാണ്. നികുതി വെട്ടിക്കുന്നതും സിനിമയിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നോക്കുന്നവരും തമിഴ് മണ്ണിൽ വിജയിക്കില്ല. തമിഴ്നാടിന്റെ യഥാർത്ഥ വികസനം ലക്ഷ്യമിട്ട് BJP പുറത്തിറക്കിയ പ്രകടന പത്രികയും മോദി പ്രഭാവവും ഇത്തവണ തമിഴകത്ത് താമര വിരിക്കുമെന്ന് ഉറപ്പാണ്. TVKയും DMKയും തമ്മിലുള്ള ഒത്തുകളികൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് നാഗർകോവിലിൽ ഇന്ന് നടക്കുന്ന മോദിയുടെ പടയോട്ടം പുതിയ ചരിത്രം കുറിക്കും.